പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വർഗാരോഹണ തിരുനാളിനെ കുറിച്ചാണ് പഠിക്കാനും ധ്യാനിക്കാനും ശ്രമിക്കുന്നത്. ആദ്യമേ നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണം വായിച്ചു കേൾക്കാം. അതിനുശേഷം ഒരു വിചിന്തനത്തിലേക്ക് നീങ്ങാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 1, തിരുവചനങ്ങൾ 3 മുതൽ 11 വരെ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലേയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, രക്ഷാ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് വിവിധങ്ങളായ തിരുനാളുകളുടെ പഠനങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിലെ തിരുനാളുകൾ ആരംഭിച്ചത്. ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയി. സ്വർഗാരോഹണം എന്ന സത്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ആദ്യമേ നോക്കുക. നമുക്കറിയാം, 4 സുവിശേഷങ്ങളാണ് ആധികാരികമായ യേശുവിൻ്റെ ജീവചരിത്രമായ പ്രബോധനങ്ങളുടെ ഒരു പഠനമായി സഭ അവതരിപ്പിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിൽ 2 സുവിശേഷങ്ങൾ, അതായത് മത്തായി എഴുതിയ സുവിശേഷവും യോഹന്നാൻ എഴുതിയ സുവിശേഷവും യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല തന്നെ. ഒന്നും പറയുന്നില്ല. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതായി ഈ 2 സുവിശേഷന്മാർ പറയുന്നില്ല. അതേസമയം മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ബൈബിൾ പഠിതാക്കളുടെ അഭിപ്രായ പ്രകാരം മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഒറിജിനലായിട്ടുള്ള സുവിശേഷം അവസാനിക്കുന്നു. പിന്നെയുള്ള 12 വാക്യങ്ങൾ പിൽക്കാലത്ത് അതിനോട് കൂട്ടിച്ചേർത്തതാണ് എന്ന് കരുതുന്നവരുണ്ട്. അതിനൊരു അനുബന്ധം എന്നാണ് പറയുക. ഇപ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യേശു ഉത്ഥാനം ചെയ്തതിനെക്കുറിച്ച്, അതിൻ്റെ ഉത്ഥിതനായ യേശുവിനെ കാണുന്നതുമായിട്ട് പോലും പറയുന്നില്ല. പിന്നീടുള്ള വാക്യങ്ങളിലാണ് ഉത്ഥിതൻ്റെ ദർശനവും അതിനുശേഷം സ്വർഗാരോഹണവും വിവരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഏറ്റവും വ്യക്തമായി യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. 24-ാമത്തെ അധ്യായത്തിൽ അവസാനം യേശു ഉയർത്തെഴുന്നേറ്റ അന്നു തന്നെ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു എന്ന പ്രതീതിയാണ് ജനിപ്പിക്കുക. അതേസമയം അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ കാണും, യേശു ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പലപ്പോഴായി പ്രത്യക്ഷപ്പെടുകയും അവസാനം 40-ാം ദിവസം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? മത്തായിയുടെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ യേശു പറയും, ഇതാ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അതേസമയം ലൂക്കായുടെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനവും പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അപ്പോഴവൻ ഇവിടെയുണ്ടോ, സ്വർഗത്തിലാണോ? ഇനി എന്താണ് സ്വർഗം, എന്താണ് സ്വർഗാരോഹണം? ഇതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. ഏതോ പ്രത്യേക ഒരു ഗ്രഹത്തിലേക്ക് യേശു പോയി എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. സ്വർഗമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ ഭൂമിക്ക് മുകളിലുള്ള ഏതെങ്കിലും പ്രത്യേക സ്ഥലമാണെന്ന് ബൈബിൾ പറയുന്നുമില്ല. അതേസമയം സ്വർഗത്തെ സംബന്ധിച്ച ബൈബിളിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ നിലവിലിരുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടാവണം. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ബൈബിൾ വിവരിക്കുന്നത് സാധാരണ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നീലാകാശമാണ്. മഴക്കാറില്ലാത്ത സമയങ്ങളിൽ നീലാകാശം, അത് നമ്മൾ എവിടെ നോക്കിയാലും വൃത്താകൃതിയിലാണ് നീലാകാശം കാണുക. ചക്രവാളം എപ്പോഴും വൃത്താകൃതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യർ വിശ്വസിച്ചിരുന്നു, ഈ നീലാകാശം ഒരു കുട പോലെ വിടർത്തിയിരിക്കുകയാണ്. ഒരു ടെൻറ്റ് പോലെ, കൂടാരം പോലെ ഭൂമിക്ക് ചുറ്റും ഒരു കൂടാരമായി ഉയർത്തിയിരിക്കുന്ന ആകാശം.
ഇതിന് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായ വിവരണം കൊടുക്കുന്നുണ്ട്. എല്ലാം ജലം മുറ്റി നിന്ന അന്ധകാരാവൃതമായ ഒരു സാഹചര്യത്തിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രകാശമുണ്ടായി, പ്രകാശവും അന്ധകാരവും വേർതിരിച്ചു. അതിനുശേഷം ജലമധ്യത്തിൽ വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വിധാനത്തിന് മുകളിലുള്ള ജലം, വിധാനത്തിന് താഴെയുള്ള ജലം. അപ്പോൾ വിധാനത്തിന് താഴെയുള്ള ജലം അവിടെ കരപ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ജലത്തെ ഒതുക്കി നിർത്തി. അവിടെ തടാകങ്ങളായി, കടലുകളായി, സമുദ്രങ്ങളായി. മുകളിൽ വിധാനത്തിന് മുകളിലും ജലം. അപ്പോൾ എവിടെയാണ് സ്വർഗം? സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഈ വിധാനത്തിൻ്റെ മുകളിലുമാണ്. വിധാനത്തിൻ്റെ മുകളിലുള്ള ജലത്തിന് മുകളിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം. അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം അങ്ങ് മുകളിൽ എവിടെയോ ആണ് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം എവിടെയെങ്കിലും മുകളിലിരിക്കുന്ന പ്രത്യേക വസ്തുവാണോ? അല്ല. ദൈവത്തിന് ശരീരമില്ല. ശരീരമില്ലാത്ത അരൂപിയായവന് പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ത്രിമാന ദർശനം വെച്ചുകൊണ്ട് ദൈവത്തെയോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോ ദൈവ സാന്നിധ്യമാകുന്ന സ്വർഗത്തെയോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ചുരുക്കം. ഇപ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തെ വിവരിക്കുമ്പോൾ എല്ലാറ്റിനും ഉപരിയാണ് സ്വർഗമെന്ന് പറയും. കാരണം എല്ലാം കാണുന്നവനാണ്. നമുക്കറിയാം, മുകളിലേക്ക് പോകും തോറും അകലത്തിൽ കാണാനും ആഴത്തിൽ കാണാനും സാധിക്കും. അതുകൊണ്ടാണല്ലോ സാറ്റലൈറ്റുകൾ വഴിയാണല്ലോ ഇന്ന് ഭൂമിക്കടിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടു പോയെന്തെങ്കിലും കണ്ടെത്താനായിട്ട് സാറ്റലൈറ്റിലൂടെയാണ് നോക്കുക. ഭൂമിയിൽ നിന്ന് എന്തുമാത്രം ഉയരുന്നോ അതിനാനുപാതികമായി കാഴ്ചയുടെ വിസ്താരവും വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ആഴവും. അപ്പോൾ ഇതിൽ നിന്ന് സ്വർഗം മുകളിലാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാം കാണുന്നവനാണ്. രണ്ട്, എല്ലാം ആഴത്തിൽ കാണുന്നവനാണ്. ഒന്നുകൂടിയുണ്ട്, നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിൽ മുകളിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരാണ്. അധികാരത്തിൻ്റെ കോവണിയിൽ പടിപടിയായി കയറുക എന്ന് പറയും, അധികാര ശ്രേണി. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ളവൻ എല്ലാറ്റിൻ്റെ മേലും ആധിപത്യമുള്ളവനാണ്. അപ്പോൾ ദൈവം സ്വർഗത്തിലാണ്, സ്വർഗസ്ഥനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാറ്റിൻ്റെയും അധിപനാണ്, എല്ലാം ആഴത്തിൽ ദർശിക്കുന്നവനാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക ഒരു സ്ഥലമായിട്ടല്ല സ്വർഗത്തെ കാണുക. അപ്പോഴെന്താണ് ഇവിടെ യേശു സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? രണ്ട് പദത്തിൽ പറയാറുണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയും, യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയും. എടുക്കപ്പെടുകയാണോ കയറി പോവുകയാണോ? രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിന് തുടർച്ച തന്നെയാണ് യേശു സംവഹിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് യേശുവിനെ ഉയർപ്പിച്ചു, സ്വർഗത്തിലേക്ക് സംവഹിച്ചു. മാലാഖമാരെ കൊണ്ടുപോയിരുന്നു ദൈവത്തിൻ്റെ ശക്തിയാൽ. ഒരു പടി കൂടി കടന്ന് യേശു ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ സംവഹിക്കപ്പെടുകയല്ല, ആരോഹണം ചെയ്യുകയാണ് ചെയ്തതെന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴെന്താണ് ഈ ആരോഹണം അഥവാ സ്വർഗാരോഹണം അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടൽ കൊണ്ട് അർത്ഥമാകുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെ ശാരീരികമായി നമുക്കിനി കാണാനാവില്ല. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതുകൊണ്ട് യേശുവിൻ്റെ ശാരീരികമായ സാന്നിധ്യം ഇനി ഈ ഭൂമിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവനെ ശാരീരികമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല. പലസ്തീനായിലായിരുന്ന കാലത്ത് യേശുവിനെ അവർക്ക് കാണാമായിരുന്നു. ഉദ്ധിതൻ്റെ ദർശനം അവർക്കുണ്ടായി, പല സമയത്തും പല സ്ഥലത്തും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അപ്രകാരമുള്ള ഒരു ഭൗതിക ശാരീരിക ദർശനത്തിന് വേണ്ടി നോക്കേണ്ട കാര്യമില്ല. യേശു അദൃശ്യനാണ്. പക്ഷേ അദൃശ്യനായതുകൊണ്ട് അങ്ങ് അകലെ പോയി എന്ന് അർത്ഥമാക്കുന്നില്ല. അദൃശ്യനാണ്, അതേസമയം എല്ലായിടത്തും സന്നിഹിതനുമാണ്, സാമീപ്യമുണ്ട്. അപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിനോടൊന്നിച്ചായിരിക്കുന്നു, ദൈവത്തോടൊന്നിച്ചായിരിക്കുന്നു. ദൈവം എവിടെയാണ്? ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർവ്വവ്യാപിയാണ്. ദൈവമില്ലാത്ത ഒരിടവുമില്ല. അത് സങ്കീർത്തനം 139 സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എവിടെ പോകും? അങ്ങിരുന്ന് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിലേക്ക് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിലേക്ക് തുറന്നിറങ്ങിയാൽ അവിടെയുമുണ്ട്. കാറ്റിൻ്റെ ചിറകുകൾ ധരിച്ച് ഞാൻ കിഴക്കോട്ട് പോയാൽ, ഉദയത്തിനും അപ്പുറത്തേക്ക് പോയാൽ അവിടെയുമുണ്ട് ദൈവം. ദൈവമില്ലാത്ത ഒരിടവുമില്ല. അതുകൊണ്ട് യേശു ദൈവത്തിലാണെന്ന് പറയുമ്പോൾ അവൻ എല്ലായിടത്തുമുണ്ട്. സോ യേശുവിൻ്റെ ഈ സാന്നിധ്യം ഒരു പ്രത്യേക സ്ഥല കാല പരിധിക്ക് അപ്പുറത്തേക്ക് അവൻ എല്ലായിടത്തും എപ്പോഴും സന്നിഹിതനായിരിക്കുന്നു. ഇതാണ് മത്തായിയും യോഹന്നാനും നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അകന്നുപോയി എന്നുള്ളൊരു ചിന്തയുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്താണ് ഈ സ്വർഗാരോഹണം എന്നത് മത്തായി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും അതിനുശേഷമുള്ള അപ്പസ്തോലന്മാരെ അയക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുക. 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് അർത്ഥം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പരമാധികാരം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞു വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി.
പലപ്പോഴും തെറ്റായൊരു ചിത്രം ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിതാവായ ദൈവം വലിയ നരച്ച താടിയും മീശയും മുടിയുമുള്ള ദൈവം ഒരു സിംഹാസനത്തിൽ നടുവിലിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് വേറൊരു സിംഹാസനത്തിൽ പുത്രനായ യേശു കുരിശ് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മുകളിൽ പരിശുദ്ധാത്മാ പ്രാവിനെ പോലെ പറന്നു നിൽക്കുന്നു. ഇതൊക്കെ കലാകാരൻ്റെ ഭാവനയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഒരാശയം വിശദമാക്കി തരാൻ വേണ്ടി മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ദൃശ്യമായ രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നേ അർത്ഥമാകുന്നുള്ളൂ. ദൈവം ഏത് സിംഹാസനത്തിലാണ് ഇരിക്കുക? ആകാശത്തിന് മുകളിൽ സർവ്വവ്യാപിയായ ദൈവത്തിന് എന്താണ് സിംഹാസനം? സിംഹാസനം അധികാരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരാണ്. രാജാവാണ് സിംഹാസനത്തിലിരിക്കുക. രാജാവിൻ്റെ സിംഹാസനവും കിരീടവും ചെങ്കോലും എല്ലാം അധികാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതുകൊണ്ടാണ് കിരീടം ധരിപ്പിച്ചു സിംഹാസനത്തിലിരുത്തി എന്നൊക്കെ പറയുക. അല്ലാണ്ട് ഏതെങ്കിലും തലയിൽ ഒരു കിരീടം കൊണ്ട് വെക്കുന്ന അർത്ഥമില്ല. ഇന്നിപ്പോൾ കിരീടത്തിന് പോലും പ്രസക്തിയില്ലാണ്ടായി തീർന്നിരിക്കുന്നു. അധികാരത്തിൻ്റെ അടയാളമാണിത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കും എന്ന് പറഞ്ഞാൽ വലങ്കയായിരിക്കുന്നു. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് മത്തായിയോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് യേശു തൻ്റെ ദൈവികതയിൽ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നു. എല്ലാ അധികാരവും അവൻ ലഭിച്ചിരിക്കുന്നു. ഇത് വളരെ വിശദമായി, വളരെ വ്യക്തമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം മനുഷ്യാവതാരത്തെക്കുറിച്ചും മഹത്വീകരണത്തെക്കുറിച്ചുമുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അവതരണമാണ്. അത് 2-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്കുകൾ ഞാൻ വായിക്കട്ടെ. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി എന്നതിന് ശേഷം അവൻ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അത്യധികം ഉയർത്തി എന്നാൽ ദൈവികതയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ദൈവത്തോടുള്ള സമാനത വെച്ചു പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവത്കരിച്ച് ദാസൻ്റെ രൂപം സ്വീകരിച്ചു മനുഷ്യനായി കാണപ്പെട്ടവൻ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തീർന്നവൻ ഇപ്പോൾ വീണ്ടും ദൈവികതയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പം മാറ്റിവെച്ച മഹത്വം അവൻ വീണ്ടും നൽകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുന്നു. ദൈവത്തിൻ്റെതായ എല്ലാ അധികാരവും അവൻ ലഭിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി 33-ാമത്തെ വാക്യത്തിൽ പറയുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 33-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുന്നു, ഉപവിഷ്ടനാകുന്നു. അതിനെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണും. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും യേശു പിതാവിന് വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇതാണ് മർക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായവൻ അകന്നു പോവുകയല്ല, അടുത്തായിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനും സകല അധികാരവും സ്വീകരിച്ചവൻ ഈ ഭൂമിയിൽ എല്ലായിടത്തും സന്നിഹിതനാണ്. തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവനുണ്ട്, അവൻ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം കൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ അകന്നുപോയി എന്നല്ല, അവൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അവൻ നമുക്കെല്ലാവർക്കും സമീപസ്ഥനാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വ്യക്തമായി ഹെബ്രായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ യേശുവിനെ പ്രധാന പുരോഹിതനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-14 വാക്യങ്ങൾ ഇപ്രകാരമാണ്. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ഇപ്പം യേശു കടന്നു വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരെ ദൈവവുമായി രമ്യതപ്പെടുത്തുക, മനുഷ്യൻ്റെ പാപങ്ങൾ മോചിച്ച് ദൈവവുമായി രമ്യതപ്പെടുത്തുക, ദൈവിക ജീവനിൽ മനുഷ്യനെ പങ്കുകാരാക്കുക. ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു, അഥവാ എല്ലാ അധികാരവും സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് യേശു അവിടെ ചെയ്യുക? അവിടെ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാനാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പ്രധാന പുരോഹിതൻ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശു. ഇതാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ സ്റ്റീഫൻ കാണുന്നത്. സ്റ്റീഫനെ വിചാരണ ചെയ്ത സാൻഹദ്രിൻ സംഘം സ്റ്റീഫൻ്റെ പ്രസംഗം കേട്ട് അമർഷം പൂണ്ടു അവനെ വധിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ സ്റ്റീഫൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സ്വർഗം തുറക്കപ്പെട്ടതും മനുഷ്യപുത്രൻ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ വലത്തുഭാഗത്ത് നിൽക്കുക,
ആദ്യം പറഞ്ഞിരിക്കുകയാണ്. ഇരിക്കുക എന്ന അധികാരമുള്ളവനാണ്. പക്ഷേ വലതുഭാഗത്ത് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഒരു കോടതിയിൽ ന്യായാധിപൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നവനാണ്. പ്രതിക്ക് വേണ്ടിയുള്ള വാദം. ഇപ്പോൾ സ്റ്റീഫനോട് പ്രതിയെ കൂട്ടി നിൽക്കുകയാണ്. അവൻ ദൈവദൂഷണം പറഞ്ഞുവെന്ന കുറ്റം ആരോപിക്കപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്ന സ്റ്റീഫൻ നോക്കുമ്പോൾ മുകളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നു. എന്താ അർത്ഥം? എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയ യേശു നമ്മൾ നകന്നു പോവുകയല്ല, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനാണ്, ഓരോ മനുഷ്യവ്യക്തിക്കും വേണ്ടി. അപ്പോൾ അവൻ അകന്നു പോയിട്ടില്ല, അവൻ നമ്മോടൊന്നിച്ചുണ്ട്. അതോടൊപ്പം പിതാവുമായി ഗാഠമായ ബന്ധം. പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നു, അധികാരമെല്ലാം സ്വീകരിച്ചിരിക്കുന്നു, പിതാവിന് വലത്തുഭാഗത്ത് നിൽക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഈ യേശു ഇന്നെന്താണ് ചെയ്യുക? എവിടെയാണ് നമ്മൾക്ക് കാണുക? നമ്മൾ പറഞ്ഞു വെച്ചു, യേശു അകന്നു പോയിട്ടില്ല. യോഹന്നാൻ പറയും, ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല, വീണ്ടും വരും, ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. മത്തായി സുവിശേഷത്തിലാണ് പറഞ്ഞത്. അതുപോലെ യോഹന്നാൻ സുവിശേഷത്തിലാണെങ്കിൽ പറയും, ഞാൻ വീണ്ടും വരും. എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് കാണുക: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള വഴി തുറക്കുകയാണ്. പിതാവിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമൊരുക്കുകയാണ്, ഭവനമൊരുക്കുകയാണ് യേശു ചെയ്യുന്നത്. അപ്പോൾ പോയിരിക്കുന്ന വഴിയൊരുക്കാൻ വേണ്ടിയാണ്. യേശു പറയും, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയില്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ്. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അപ്പോഴിപ്പോൾ യേശു ചെയ്യുക നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എവിടെയെങ്കിലും അടിച്ചുടച്ച് വൃത്തിയാക്കി കസേരകളും മേശകളൊക്കെ സംഘടിപ്പിക്കുകയാണോ? അതല്ലല്ലോ അർത്ഥം. ആത്മാവിന് ഇപ്രകാരമുള്ള ഒരു ശാരീരികമായ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ നവീകരിക്കുക, എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തെ അനുരൂപമാക്കുക. അപ്പോൾ പിതാവിലേക്കുള്ള വഴി തുറക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ എന്നെ നവീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, എന്നെ നയിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാകുമ്പോൾ അതെൻ്റെ മരണസമയമാണ്, എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴേ നമ്മളെ ഓരോരുത്തരെയും പിതൃഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി കാത്തിരിക്കുകയാണ് യേശു. അവൻ നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല, അവൻ എല്ലായിടത്തും ഇടപെടുന്നുണ്ട്, എല്ലായിടത്തും നയിക്കുന്നുമുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ വീണ്ടും വരും, വീണ്ടും വരും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, വീണ്ടും അല്പം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ യേശു തന്നെയാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുക. അപ്പോൾ മരണത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് പ്രത്യക്ഷം ആകുന്നില്ല എങ്കിൽ അവൻ അകന്നുപോയി എന്നല്ല അർത്ഥം. ഇന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട്, നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മെ നയിച്ചുകൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് പിതാവിന് വലതു ഭാഗത്തിരിക്കുന്നു. അതേസമയം അവൻ ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മളവനെ കാണുക. സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ യേശു തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. വചനം മാംസമായി എന്നല്ലേ പറയുക? വചനം മാംസമായി ഇന്ന് ആത്മാവായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ സുവിശേഷം പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും യേശു തന്നെയാണ് നമ്മളോട് പറയുക. വചനത്തിലൂടെ അവൻ നമുക്ക് സമീപസ്ഥനാണ്. അവൻ നമ്മൾ ആരൊന്നും അകലെയല്ല. ആകാശത്തിലേക്ക് പോകേണ്ട, പാതാളത്തിലേക്ക് ഇറങ്ങുകയും വേണ്ട. വചനം നമുക്ക് സമീപസ്ഥമാണ്. അത് നിനക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒന്ന്, യേശു നമുക്ക് സമീപസ്ഥനാണ് വചനത്തിലൂടെ. 2, യേശു വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സമീപസ്ഥനാണ്. നമ്മളൊരു ദിവസം അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ച്. പക്ഷേ യേശു ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു, വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ആ സമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ശാരീരികമായ സാന്നിധ്യമുണ്ട്, ഫിസിക്കൽ പ്രസൻസ്. അതാണല്ലോ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ അല്ലെങ്കിൽ സത്താപരിവർത്തനം എന്നൊക്കെ പറയുക. വിശുദ്ധ കുർബാനയുടെ മധ്യേ വൈദികൻ അപ്പവും വീഞ്ഞും വാഴ്ത്തി യേശുവിൻ്റെ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ അപ്പം ശരീരമായി മാറുന്നു, വീഞ്ഞ് രക്തമായി മാറുന്നു. ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേരുന്നതാണ് വ്യക്തിത്വം. ഇപ്പോൾ ശരീരവും രക്തവും വേർപെടുന്നത് ഒരു മരണത്തിൻ്റെ അല്ലെങ്കിൽ ബലിയുടെ സൂചനയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിക്കുന്നത് വീണ്ടും ജീവൻ്റെ പ്രതീകമാണ്. അപ്പോഴേ ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മുഴുവനുമായിട്ടാണ്. അപ്പോൾ യേശു, വചനം മാംസമായ യേശു ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമുക്ക് സന്നിഹിതനാണ്, നമുക്ക് സമീപസ്ഥനാണ്. അവനെ വാങ്ങി ഭക്ഷിക്കാം, അവൻ്റെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം. വിശുദ്ധ സക്രാരികളിൽ, കത്തോലിക്കാ സഭകളിലെല്ലാം ഉള്ള പ്രത്യേകതയാണ്, ഒരു കെടാവിളക്ക് കാണും കത്തോലിക്കാ സഭയുടെ ദേവാലയങ്ങളിൽ. ആ കെടാവിളക്കിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാഥൻ ഇവിടെയുണ്ട്. സക്രാരിയിൽ യേശുവിൻ്റെ സാന്നിധ്യം ശാരീരികമായ സാക്രമെൻ്റൽ അല്ലെങ്കിൽ കൗദാശികമായ സാന്നിധ്യമാണ്. ഇപ്പോൾ ദൈവവചനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ. 3-ാമത്തെ കാര്യം, സമൂഹത്തിൽ യേശു ഉണ്ട്. യേശു പറഞ്ഞല്ലോ,
2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുമോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പ്രാർത്ഥിക്കാനായി സമ്മേളിക്കുന്ന സമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കാൻ 2 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. സഭ യേശുവിൻ്റെ ശരീരമാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുക. ശിരസ് യേശുവാണ്, നമ്മൾ ശരീരമാണ്. ശിരസാണ് ശരീരത്തെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ശരീരത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് ശിരസാണ്. ശരീരത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്, പ്രവർത്തനാത്മകമാക്കുന്നത് ശിരസാണ്. ശിരസിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ശരീരം ക്ഷയിച്ചു പോകും, പാരലൈസ്ഡായി പോകുന്നു, തളർന്നു പോകുന്നു, ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോഴേ യേശു ആകുന്ന ശിരസിൻ്റെ കീഴിലുള്ള ശരീരമാണ്. ഇപ്പോൾ യേശുവിനെ നമ്മൾ കണ്ടെത്തുന്നത് സഭയാകുന്ന ശരീരത്തിൽ. അപ്പോഴും വചനത്തിൽ കാണും, വിശുദ്ധ കുർബാന കൂദാശകളിൽ കാണും, ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന സമൂഹത്തിൽ കാണും, സഭയിൽ കാണും. 5-ാമത്തേത് പ്രത്യേകമായും എൻ്റെ സഹായം അർഹിക്കുന്നവനായി വരുന്ന സഹോദരനിൽ, രോഗിയായി കഴിയുന്നവനിൽ, വിശക്കുന്നവനിൽ, ദരിദ്രനിൽ എൻ്റെ സഹായം തേടി വരുന്ന യേശുവിനെ ഞാൻ കാണും. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് പറയുക: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. അപ്പോൾ ഈ 5 തരത്തിലുള്ള സാന്നിധ്യമുണ്ട്. അതിലൊന്നുകൂടി ഓർക്കുക, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ ജീവിക്കുന്നുണ്ട്. ആര് എൻ്റെ പ്രമാണം അനുസരിക്കുന്നുവോ അവനെ പിതാവ് സ്നേഹിക്കും, ഞാനും പിതാവും വന്ന് അവനിൽ വാസമുറപ്പിക്കും. യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. അതാണല്ലോ എമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ നമ്മോടൊത്ത് വസിക്കുന്ന ദൈവം. നമ്മോടൊത്ത് വസിക്കാനാണ് ദൈവം കടന്നു വന്നത്. അപ്പോൾ യേശു ക്രിസ്തു, ഉത്ഥിതനായ സ്വർഗാരോഹിതനായ യേശു ഇന്ന് അകലെയെങ്ങും പോകേണ്ട എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു. മനോഹരമായ പാട്ടുണ്ട്, ആബേലച്ചൻ്റെതാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. എവിടെയാണ് ഈശ്വരൻ്റെ ആലയം? ഈശ്വരൻ്റെ മുഖം എവിടെ കാണാൻ സാധിക്കുക? വിണ്ണിലാകെ ഞാൻ തേടി കണ്ടില്ല, മണ്ണിലാകെ തേടി കണ്ടില്ല. കാണില്ല എന്ന് പറഞ്ഞ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. അവസാനം പ്രപഞ്ചത്തിന് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാതെ അവസാനം എന്നിലേക്ക് ഞാൻ കടന്നു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരൻ്റെ വാസം. സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. മനോഹരമായൊരു ഗാനമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ, എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ദ കേവ് ഓഫ് ദ ഹാർട്ട് എന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഗഹ്വരത്തിൽ ദൈവം വസിക്കുന്നു യേശു. അപ്പോൾ സ്വർഗാരോപിതനായ യേശു നമ്മൾ അകലെയൊന്നുമല്ല, അവൻ നമ്മോടുകൂടിയുണ്ട്, നമ്മുടെ കൂടെ വസിക്കുന്നു. ഒരു കാര്യം കൂടി ഓർക്കണം, സ്വർഗാരോപിതനായ യേശു വീണ്ടും വരും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള വരവിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു വരവ് കൂടി, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നു, മരണസമയത്തിനെ സ്വീകരിക്കാനായി. അതിനുശേഷം ഈ പ്രപഞ്ചത്തെ മുഴുവനും നവീകരിക്കാനായി ഒരു അവസാന വരവുണ്ട്. അവൻ വരും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ അവൻ ഭൂമിയിലേക്ക് വരും. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ വരവിനെക്കുറിച്ച്, മനുഷ്യപുത്രൻ വരുന്നതിനെക്കുറിച്ച്. മർക്കോസിന് സുവിശേഷം 13-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക: അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി വാനമേഘങ്ങൾ വരുന്നത് കാണും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ മടങ്ങിവരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം മുഴുവനും മടങ്ങിവരവിനെക്കുറിച്ചാണ്. ഇപ്പോഴേ രണ്ടാമതൊരു വരവുണ്ടാകും. ആ രണ്ടാമത്തെ വരവ് എല്ലാറ്റിനും നവീകരിക്കാനും വിശുദ്ധീകരിക്കാനും വേണ്ടി, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ആ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ നിഷ്ക്രിയരായിട്ട് കാത്തിരിക്കുകയല്ല. യേശു ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന യേശുവിനെ അറിയുക, കാണുക, കേൾക്കുക, അനുസരിക്കുക, സ്നേഹിക്കുക. അപ്പോൾ അവൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും. അവൻ മടങ്ങി വരുമ്പോൾ, വിധിക്കാനായിട്ട് വരുമ്പോൾ ആ വിധി നമുക്ക് അനുകൂലമായിരിക്കും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഭവനം അവകാശമാക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് വരിക. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥം. നമ്മൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിലേക്ക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മാടി വിളിക്കുന്നു. അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുവരാനായി അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ഈ ലോകം വിട്ടതിൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ട സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പേ താൻ അറിഞ്ഞു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് ഈ ലോകം വിട്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി, അനാഥരായിട്ട് വിട്ടുപോകാൻ വേണ്ടിയല്ല, ഞങ്ങളെയും പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം
ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ സഭയിൽ, പ്രത്യേകിച്ചും അവശരിൽ വേദന അനുഭവിക്കുന്നവരിൽ കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവസാനം മഹത്വപൂർണ്ണനായി അങ്ങ് മടങ്ങി വരുമ്പോൾ അങ്ങയോടുകൂടെ അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ പങ്കുചേരാൻ, അങ്ങോട് ഇന്ന് വസിക്കാൻ അവർക്ക് നിങ്ങൾ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.